എന്തായി ചോറ് വിളമ്പാൻ നോക്കല് കുട്ടിയെ? ആ അമ്മ വിളമ്പാൻ തുടങ്ങാണ്. ആൽസിനും കാക്കും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ്, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കണ്ട് കൊടുത്ത് ഇനിയിപ്പോ നമുക്ക് എല്ലാവർക്കും കൂടി കണ്ടിരിക്കാം. ആ ഓല് വന്നിട്ടല്ലേ ഇപ്പൊ ചായയും കടിയൊക്കെ കുടിച്ചത്. അതേ ഇക്കാരത്തിട്ട് കഴിഞ്ഞിട്ട് മതി അറിഞ്ഞത്. ആസിക്കും അപ്പൊ കുടിച്ചില്ലേ? ഇതിലൊരു നുള്ളും കൂടി ഉപ്പിട്ടാളെ സൽമോ, ഒന്നുള്ളു കുറവുണ്ട്. അല്ല ഇപ്പൊ ഇനി ഓലപ്പെരിക്കണുണ്ടാണാവോ? ഒന്നുകൂടി വിളിച്ചു നോക്കി. ഇപ്പാൻ ഇനി വിളിച്ചിട്ട് കാര്യമില്ല, എന്നിട്ട് ഞാൻ ഇട്ടോളാം. ഇപ്പാക്ക് ആ 7-7:30 തിന്ന് കിടന്നാലേ അതൊരു റാത്താണ്. അതിപ്പോ ഇന്നൊന്നലും തുടങ്ങിയ ശീലമൊന്നല്ലല്ലോ. അത് ആർസിന് വരണതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഓൻ്റെ ഒപ്പം ഒന്നും ഇരിക്കാമല്ലോ വിചാരിച്ചിട്ടാ ആ നേരമില്ലാത്ത നേരത്ത് ഇപ്പൊ എല്ലാരും കൂടെ ചായ കുടിക്കാനിരുന്നത്. ഇനിയിപ്പോ വിളിച്ചിട്ടും കാര്യമില്ല. ഇന്നാ പിന്നെ ഉറങ്ങിക്കോട്ടെ, പുലർച്ചെ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നീക്കാനുള്ളതും അല്ലേ. ആ എന്നാ ഇനിയിപ്പോൾ നേരം വെക്കണ്ട, ഇഞ്ചി പ്ലേറ്റ് ഒക്കെ ഉണ്ട് ചോറ്റിരുത്താളെ. ഞാൻ അപ്പോഴത്തേന് ഇതുണ്ട് പാത്രത്തേക്കാക്കാം. അല്ലമ്മ, ഫുഡ് വിളമ്പാറായില്ലേ? നേരെ 10 മണി ആയല്ലോ. എന്താ പിൻ്റെ ആൾക്ക് അവിടെ നിന്ന് നീറ്റ് വരാൻ തോന്നിയത്? ആർച്ചും കാക്കിയൊക്കെ ആ കൊലായ്മ ഇരുന്ന് വർത്താനം പറയാൻ തുടങ്ങിയിട്ട് നേരെ എത്ര അയക്കണ്? ഇജ് ആ ഫോണും കുത്തിയിട്ട് ആ റൂമിൽ വെറുതെ കെടുക്കണ നേരം ഇവിടെ വന്ന പെണ്ണിന്റെ അപ്പൊ എന്തെങ്കിലും ഒരു പണിക്ക് കൂടിക്കൂടെ കുഞ്ഞോളെ എനക്ക്? ഞാനേ നിങ്ങളെ മരിയോളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പൊ അങ്ങോട്ട് വന്നത്. സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കണം എന്നുള്ള പൂതി നിൽക്കില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വന്നതേ നിങ്ങളെ മരിയോ നിർബന്ധിച്ചോണ്ട് മാത്രമാണ്. കാക്ക പോവല്ലേ, നാളെ കൊണ്ടാക്കി കൊടുക്കാൻ പോവാ, നമുക്ക് ആ വഴി വീട്ടിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞതുകൊണ്ടാ പിന്നെ ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചത്. അളിയനായി കിടക്കണ ഓനക്കാ തോന്നലുണ്ടായിട്ടു സ്വന്തം ചോരായ അനക്ക് അങ്ങനത്തെ ഒരു വിചാരമില്ല എന്നുള്ളതേ എന്തൊരു അന്തസ്സിലപ്പോൾ പറഞ്ഞു നോക്കിന്റെ സെൽമോ. ഉളുപ്പുണ്ടടി അനക്ക്? ഇല്ലെങ്ക വേണ്ട, അല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്താലും ഇങ്ങക്ക് പിന്നെ പിടിക്കൂലല്ലോ. എവിടുന്നോ കയറി വന്നവരോടാണല്ലോ ഇപ്പൊ സ്വന്തം മകളായ എന്നെക്കായും സ്നേഹം. ഈച്ചൊക്കെ എങ്ങനെ ആരാം പെരയിൽ നിന്ന് പോണെന്നേ പടച്ചോൻക്കറിയാം. വാണ്ടമ്മ, ആ ചെക്കൻ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ വിചാരിക്കുക? കുഞ്ഞോളെ ഇജി പോയിട്ടേ ആരിസിനോടും ഉക്കാനോടൊക്കെ ചോറുന്നാൻ വന്നിരിക്കാൻ പറയും. ഞാനപ്പോൾ എന്തൊക്കെ കൊടുന്നേക്കാം. ഇവിടെ നിൽക്കാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതി. അല്ലെങ്കിലും ഒന്നുള്ളെങ്കിലേ ഒലക്കോണ്ട് തല്ലി വളർത്തണമെന്ന് പഴമക്കാര് പറഞ്ഞത് വെറുതെ ഒന്നല്ല മളെ. ഇതിപ്പോ 2 ആങ്ങളാർക്കും കൂടിയുള്ള ഒരു പെങ്ങളല്ലേന്നും വിചാരിച്ചിട്ടേ എല്ലാരും കൂടി കൊഞ്ചിച്ചാണ് തലമ കയറ്റിവെച്ച്. ഇനിയിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ല. ഇജാ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് സൽമോ ഞാനോട് കൊണ്ടേക്കാം. ഇജപ്പോ അതിന് ബാക്കിയൊക്കെ എടുത്തൂടെ. ആ ഇപ്പാക്ക് എടുത്ത കഞ്ഞിന്റെ ബാക്കിയില്ലേ സെൽമോ അവിടെ ഇരിക്കണേ, അതങ്ങോട്ട് എടുത്തട്ടാ. നിക്കത് മതി. ഇക്ക് ഈ നേരത്ത് മന്തി തിന്നിട്ടുണ്ടെങ്കിലേ ഇനിയിപ്പൊ നാളേക്ക് വയറിനൊരു സൂക്കേടായിക്കാരം. അല്ലയാ, കുറച്ചുകൂടി ബീഫ് ഇട്ടോളി. ഇത് സൽമാന്റെ സ്പെഷ്യൽ റെസിപ്പിയാ, അടിപൊളിയാവും. എങ്ങനെയുണ്ട് ആരിസേ, ഫുഡൊക്കെ ഇഷ്ടായോ? ഫുഡ് ഒരു രക്ഷയില്ല സൽമാത്ത. ഇങ്ങനെ ഉണ്ടാക്കണ ഇവളെ കൂടുതൽ പഠിപ്പിച്ചു കൊടുത്തു തുടങ്ങക്ക്. ഈ ഫുഡാണോ ആരിസ്കാക്ക് ഇഷ്ടായത്? ഇതൊക്കെ എന്ത് ഇമ്മ ഉണ്ടാക്കായിരുന്നെങ്കിലേ ഇതിലൊക്കെ എത്രയോ അടിപൊളിയായിരുന്നേനെ. അല്ല അരിസേ, ഇവളിപ്പോ എനിക്ക് വല്ലതും വെച്ചിട്ടായി തല്ലണ്ടാ? അത് അമ്മ തന്നെയാണോ ഒക്കെ? എല്ലാം പറയാനോ അലയാങ്ക. അവള് കുറച്ച് ദിവസം മുന്നേ ബിരിയാണി ഉണ്ടാക്കിയത്. എന്റെ കുഞ്ഞാൽ ബാക്കി പറഞ്ഞാനി. ആര്? കുഞ്ഞോളാ? എനിക്ക് ബിരിയാണി ഒക്കെ വെക്കാൻ അറിയോ? നാളെ ബിരിയാണിന്റെ രസം ഒന്ന് പറഞ്ഞാലേ അല്ല കുഞ്ഞോളെ. വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര മെനക്കുടിച്ച പണിയൊന്നല്ല ഈ വെച്ചുണ്ടാക്കല് അറിഞ്ഞാല്. അതിന് പറ്റുന്ന ഒരു മനസ്സും കൂടി ഉണ്ടായാല് ഇതാന്ന് പറയുമ്പോൾ തന്നെ ഒക്കെ പഠിച്ചെടുക്കാം. ഇമ്മയും പെങ്ങന്മാരും സൽമാദാനപ്പോൾ തന്നെ നല്ല ഫുഡ് ഉണ്ടാവും. ഞങ്ങളെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ നല്ല രസമാണ്.
ഓ തുടങ്ങി ഉമ്മാൻ്റെ പെങ്ങന്മാരും മധു പറിച്ചിൽ. അല്ലെങ്കിലും എല്ലാരും കൂടി കൂടുമ്പോഴുള്ള ആ സുഖം സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. അത് ശരിയക്ക. ഇന്നിപ്പോ ഇവിടെ ദിലു ആദ്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരും ആയിരുന്നില്ലേ. ചിലപ്പോ അടുത്ത മാസം ദിലും വരുന്നുണ്ടാവും. ആദ്യക്ക് വരാൻ കൂടുമെന്നുള്ളത് അറിഞ്ഞൂടാ. ഓൻ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പറ്റിച്ച രണ്ടാളും കൂടി തന്നെ ഇക്കാരം വരിക. ഓ ഇനിയിപ്പോൾ ഓളി ഇങ്ങോട്ട് കെട്ടിയെടുക്കണുണ്ടോ? എപ്പോഴെങ്കിലും ഒന്ന് ഇവിടെ വരാമെന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോൾ അതിനും ഭാഗം ഉണ്ടാവില്ല. അല്ല അരിസേ, എൻ്റെ ചെറിയ പെങ്ങൾ വിളിക്കലില്ലേ? ഓള് വരണ്ട നാട്ടിക്ക്? ഓള് ചിലപ്പോൾ അടുത്ത മാസക്കാരൻ വരിക. അളിയാനും ഫാമിലിയും കുവൈറ്റിലായതുകൊണ്ട് ചിലപ്പോൾ നമ്മോടൊക്കെ തന്നെ അയക്കാനും ചിലപ്പോൾ വരിക. തന്നെ അരിസ്ക, അർഷിയപ്പോ നാട്ടിക്ക് വരുന്നുണ്ടോ? ഓളും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മോടെ നല്ല രസമാവും. ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് കമ്മിക്ക് ഒരാളുമായും ചെയ്ത് അതിൻ്റെ ഒരു കുറവും കൂടിയുള്ളൂ. ഉള്ള ശല്യങ്ങൾ അവിടെ നിന്ന് എങ്ങനെ ഒഴിവാക്കാന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് അടുത്തതിനടുക്കുന്നത്. ഓൻ കുറച്ചുകൂടി ചോറിട്ട് കൊടുക്കടി, കുറച്ചുകൂടി ചോറിട്ട് അരിസേ. ഇനി മെതി സൽമാത്ത എന്നും തിന്നക്കായും കൂടുതൽ തിന്നുകളൊന്നും മെതി ഇനി പോല തിന്നാൻ പോല. എന്നാ പിന്നെ അളിയാ ഞാൻ നിർത്തി, ഞാൻ നീക്കട്ടെ. അല്ലയാ ഞാൻ നിർത്തി, എൻ്റെ വയറ് ഫുള്ളാ. എൻ്റെ കഴിഞ്ഞാൽ ഓൻ്റെ കൂടെ ചെല്ലു കുഞ്ഞോളെ. റൂമിൽ അൽമാറയിലുണ്ടേ സോപ്പും കോൾഗറ്റും തോർത്തും ഒക്കെ വെച്ചിട്ടിട്ടാ. ഞാൻ എന്തെങ്കിലും വേണമെങ്കിൽ പറയണ്ടേ. നിക്കെന്തെങ്കിലും വേണമെങ്കിൽ തന്നെ ഞങ്ങളോട് ചോദിക്കണത്. ആ ഇതിപ്പോൾ കാക്കാൻ്റെ പേരിലേക്ക് മാറിക്കണല്ലോ അല്ലേ? ഞാനത് മറന്ന്. അതിൻ്റെ അധികാരമായിരിക്കും. അല്ല കുഞ്ഞോളെ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. നിങ്ങളെ ഉദ്ദേശമൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഉമ്മാനിപ്പാനൊക്കെ ചാക്കിലാക്കിയ പോലെ ഇന്ന മയക്കാന്ന് വിചാരിക്കണ്ട. തൊള്ള അടക്കി വെച്ചിട്ട് കയറിപ്പൊടി അകത്തേക്ക്. ആ ചെക്കൻ അവിടെ ഉള്ളതുകൊണ്ടാട്ടാ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ തൊള്ളയിലിരിക്കുന്നത് മൊത്തം കേൾക്കും. എൻ്റെ ഉമ്മാനും കൂടി ഇപ്പം എൻ്റെ ശത്രു ആക്കിയപ്പോൾ സമാധാനമായില്ല നിങ്ങൾക്ക്? ഉമ്മാടെ കുട്ടി അതൊന്നും കാര്യമാക്കണ്ട. ഓളെ സ്വഭാവം എനിക്കറിയില്ലേ. നാവിന് എല്ലില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യന്മാര്. സാരല്ലേ അമ്മ, ഞാൻ പാത്രം മാറാൻ നോക്കട്ടെ. എന്നാല് നിങ്ങൾ കഴിച്ചോളിട്ടാ. കഴിഞ്ഞില്ലേ സെൽമോ? മതി, ഇനി ബാക്കിയുള്ളത് അവിടെ വെച്ചാളെ. അമ്മയുടെ കുട്ടികൾ നേരത്തെ പോയി കെടുക്കാൻ നോക്കി. ഇതിപ്പോൾ തീരുമ്മ, കുറച്ചും കൂടി ഉള്ളൂ. എന്നത്തെക്കായി നേരത്തെ നീക്കണ്ടപ്പം ഇനി നാളെ ടേബിൾ മെഞ്ഞും പാത്രം ഉണ്ട് മോറാന്. അതൊക്കെ പാടി ഇങ്ങോട്ട് വെച്ചിട്ടേ കുറച്ച് വെള്ളം പറന്ന് വെച്ചാളെ. ബാക്കി ഇനിയിപ്പോൾ നാളെ സൗകര്യം പോലെയൊക്കെ ചെച്ച. നേരത്തെ കിടന്നാലല്ലേ ഇൻ്റെ ആൾക്ക് നേരത്തെ നീക്കാൻ വയ്ക്കുള്ളൂ. നിങ്ങൾ കിടന്നോളിമ്മ, രാവിലെ നിങ്ങൾക്ക് നീക്കണ്ടേ? ആ ഇമ്മ കെടുക്കാൻ പോവുക തന്നെയാണ്. ഇമ്മയുടെ കുട്ടിയുടെ ഈ വരവിൽ അന്ത്യവർക്കും ഇവിടുത്തെ കഴിഞ്ഞില്ലേ. അതാ എത്ര പെട്ടെന്നാണ് 10-40 വയസ്സാണ്ട് കഴിഞ്ഞു കൂടിയതെന്ന് അറിയണില്ല. ഈ പോക്കും കൂടിയും കഴിഞ്ഞാൽ നിർത്തിക്കാളമ്മയുടെ കുട്ടി പോയി അറിവ്. ഇനിയുള്ളതൊക്കെ ആയിട്ട് നമുക്കുള്ള പോലെ ഇവിടാണ്ട് ജീവിക്കാം. അങ്ങനെ ബോധി എനിക്കും ഉണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. നോക്കാനും പറയാനും ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഈ പോക്കും കൂടിയും കഴിഞ്ഞാൽ ഉമ്മാടെ കുട്ടിയാണ് നിർത്തിക്കാളെ. എന്നും ഒരേ പ്രായമല്ലല്ലോ. കാലം ചെറുപ്പത്തിൽ പോയി വരാൻ തുടങ്ങിയല്ലേ എൻ്റെ കുട്ടി. ഇനി മതി. ഇന്ന് അമ്മ പോയി കെടുക്കട്ടെ സെൽമോ. ഇത് ഫ്രിഡ്ജിക്ക് വെക്കണുണ്ട്. ഉമ്മാടെ കുട്ടിയെ അതിലും കൂടിയാണ് വെള്ളം പറന്ന് വെച്ചിട്ട് നിർത്തിക്കാളെ. പോയി കെടുക്കാൻ നോക്കി. നേരെ ഒരുപാട് അയക്കണം. പിന്നെ കഴിഞ്ഞില്ലേ സൽമാ? ഇതൊക്കെ എടുക്കല്ലേ? ആ കഴിഞ്ഞിക്കാം, ഇപ്പൊ വരാം. ഈ റാക്കും കൂടി ഞാൻ തുടച്ചിട്ടെ.
ഡി അന്നോട് ആരടിൻ്റെ സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞത്? അതൊക്കെ ഇവിടെ വെക്കടി. അല്ലോ എൻ്റെ മസ്കാര തള്ളിയിട്ടിക്കണോ? അന്നോട് ഇത്ര കൊണ്ട് ഡ്രസ്സൊക്കെ ഈ റൂമിലേക്ക് ആളോട് ചോദിക്കാതെ കയറരുത് എന്നുള്ളത്. മേലാൻ എൻ്റെ റൂമിലേക്ക് കെട്ടങ്ങ് നോക്കിക്കോട്ടോ. ഞാൻ ഇല്ലാത്ത നേരത്തെ എൻ്റെ റൂമിലേക്ക് അങ്ങാനും വന്നാൽ ഇപ്പോഴത്തെ നല്ല പിച്ചിൻ്റെ ഒക്കെ ഒന്ന് കിട്ടും. വായ പൊട്ടടി അസത്തെ. ഞാനും കണ്ട് വന്നിട്ട് വേണം. വെറുതെ നിന്ന് കരഞ്ഞാണ്ടല്ലോ കുട്ടികളെ പിടിക്കുന്ന ഒരാൾ നടത്താണ്ട് പോയിട്ടുണ്ട്. ആരും കാണാതെ ഞാൻ ഓൾക്ക് പിടിച്ചു കൊടുക്കും. ഉണ്ടാതിരുന്നോ? എന്താ കുഞ്ഞോളെ? അത് ആരിസ്ക ഓളക്കെ ലിപ്സ്റ്റിക്ക് ഇടണം പോലും. കുട്ടികൾക്ക് അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടാൻ പാടുണ്ടോ? ഞാൻ എത്ര പറഞ്ഞിട്ടും ബബ്ലൂട്ടിക്ക് മനസ്സിലാവണില്ല. അതിന് കരയാ. ഈ മാമന്റെ കുട്ടി കരയാണോ? എന്താ പറ്റി? മോളെ, മാമി പറഞ്ഞ ശരിയാ. ഇത് ഇട്ട് കഴിഞ്ഞാല് മോളെ മുഖങ്ങളൊക്കെ കേടുവരില്ലേ? മാമന്റെ കുട്ടിന് നോക്കുമ്പോ നല്ല മുഖം. ഇതൊക്കെ ഇട്ടും ചെയ്ത് കേട് വരുത്തണ്ടല്ലോ. മാമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഇപ്പൊ വേണോ? അല്ല കുഞ്ഞോളെ, ഈ വക ആയിട്ട് സാധനങ്ങളൊന്നും ഈ എടുത്ത് മൂത്തിടുന്ന എന്തിനാ? അത് പിന്നെ മാമന്റെ കുട്ടിക്ക് ഇതൊന്നും ആവശ്യമില്ല. നമുക്കുള്ള ടോയ്സ്, മിഠായി, ചോക്ലേറ്റ് ഒക്കെ മേടിച്ചാലട്ടാ. നമുക്ക് പോന്ന കുഞ്ഞോളെ, ഈ മേനാൽ ഈ വക സാധനങ്ങൾ ടേബിൾ കാണരുതിട്ടാ. ഓക്കെ? ആ കുട്ടി പിശാച് കാരണം ബാക്കിയുള്ളവരുടെ ഫ്രീഡം കൂടി ഇപ്പം ഇല്ലാണ്ടാവും. ആരിസ്കാക്ക് ഉമ്മാനോടും പെങ്ങളോടും പെങ്ങന്മാരെ മക്കളോടും ഒക്കെ എവിടെ ഇല്ലാത്തൊരു സ്നേഹം. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്തെങ്കിലും കാട്ടിയിട്ടാണേലും വേണ്ടിയില്ല ആരിസ്കാക്ക് അവരോടുള്ള സ്നേഹത്തിൽ കുറവ് വരുത്തണം. അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ എൻ്റെ കൈവിട്ടു പോകും. നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി ഇല്ലാണ്ടിരിക്കൂല. എങ്ങനെയെങ്കിലും ആരിസ്കാൻ്റെ ഫുള്ള് ശ്രദ്ധ എൻ്റെ മേലിൽ മാത്രമാക്കണം. എമ്മയും പെങ്ങന്മാരൊക്കെ അത് കഴിഞ്ഞിട്ട് മതി. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ? പെൺബുദ്ധി പിൻബുദ്ധി എന്നും ഒരു ചൊല്ലുണ്ട്. എന്നാൽ ഇവളുടെ കാര്യത്തിൽ ഇതിലേത് ചൊല്ലാണ് ഇനി കാര്യമാകാൻ പോകുന്നതെന്ന് കണ്ടറിയാം. കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ കാണും വരെ മസ്സലാമ.